ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ ദുരൂഹത തുടരുന്നു. കേസിൽ ബംഗ്ലാദേശി സ്വദേശി പിടിയിലാവുകയും ചെയ്തു. ഇയാളാണ് താരത്തെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അക്രമി കുത്തി പരിക്കേൽപ്പിച്ചപ്പോൾ നടന്റെ വീട്ടിലെ സുരക്ഷാ ജീവനക്കാർ എവിടെയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിസമ്പന്നരും പ്രശസ്തരും മാത്രം താമസിക്കുന്ന ഉയർന്ന സുരക്ഷയുള്ള നടന്റെ ബാന്ദ്രയിലെ വസതിയിൽ കള്ളൻ എങ്ങനെ പ്രവേശിച്ചു എന്നതിനെക്കുറിച്ച് പലവിധത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. സംശയങ്ങൾക്ക് മറുപടിയായി സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നുവെന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച സെയ്ഫ് താമസിക്കുന്ന സദ്ഗുരു ശരൺ ബഹുനില കെട്ടിടത്തിൽ പ്രതിയുമായി എത്തി പോലീസ് ആക്രമണം പുനരാവിഷ്കരിച്ചു. 30 വയസ്സ് പ്രായമുള്ള പ്രതിയായ ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് ഫക്കീർ അഥവാ വിജയ് ദാസ് 16-ാം തീയതി രാത്രി സെയ്ഫിന്റെ അപ്പാർട്ട്മെന്റിൽ കയറിയ ശേഷം നടനെ പലതവണയായി കുത്തി പരിക്കേൽപ്പിച്ചതായാണ് കേസ്. നടന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ 3 ദിവസത്തിന് ശേഷമാണ് താനെയിൽ നിന്ന് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന കെട്ടിടത്തിലെ 2 സുരക്ഷാ ജീവനക്കാരും അക്രമി എത്തുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. സെക്യൂരിറ്റി ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതി CCTV ക്യാമറ ഇല്ലാത്ത പ്രധാന ഗേറ്റിലൂടെ അകത്തു കടക്കുകയായിരുന്നു. ശബ്ദമുണ്ടാകാതിരിക്കാൻ അയാൾ ഷൂസ് ഊരി ബാഗിലാക്കുകയും ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു. കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ CCTV ക്യാമറകളൊന്നുമില്ലെന്നും അയാൾ ഉറപ്പുവരുത്തി. 2 സുരക്ഷാ ജീവനക്കാരുള്ളതിൽ ഒരാൾ ക്യാബിനിലും മറ്റൊരാൾ പ്രധാന കവാടത്തിനടുത്തുമായിരുന്നു ഉറങ്ങിയിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം പ്രതി സെയ്ഫിനെ അപകടകരമായ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുമ്പോഴും നടന്റെ ഭാര്യ കരീന പ്രതിരോധിക്കാതെ വെറുതെ നോക്കി നിന്നത് എന്തുകൊണ്ടാണെന്ന വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയാതെ പ്രതി വീട്ടിൽ കയറിയതെന്ന പോലീസിന്റെ വാദം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനം. ചികിത്സയിലായിരുന്ന സെയ്ഫ് 5 ദിവസത്തിന് ശേഷം ചൊവ്വാഴ്ചയാണ് ആശുപത്രി വിട്ടത്. വെള്ള ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കാറിലെത്തിയ താരത്തെ കാണാൻ ആരാധകർ വീടിനു മുന്നിൽ ഒഴുകിയെത്തി. പുഞ്ചിരി നൽകിയും ആശംസകളോടെയും ആത്മവിശ്വാസത്തോടെയാണ് സെയ്ഫ് തന്റെ വസതിയിൽ പ്രവേശിച്ചത്. പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ അദ്ദേഹം കുറച്ചു ദിവസം ബാന്ദ്രയിലെ വസതിയിലുണ്ടാകും. അതിനുശേഷമായിരിക്കും അടുത്തുള്ള ഫോർച്യൂൺ ഹൈറ്റ്സ് സമുച്ചയത്തിലെ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിലേക്ക് മാറുന്നത്. 13 നിലകളുള്ള സദ്ഗുരു ശരൺ കെട്ടിടത്തിന്റെ മുകളിലെ 4ാമത്തെ നിലയിലാണ് നടനും കുടുംബവും താമസിക്കുന്നത്. പുലർച്ചെ 2:30-നാണ് സെയ്ഫിനെ മോഷ്ടാവ് ആക്രമിച്ചത്. 6 തവണ കുത്തേറ്റ നടനെ 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് നടത്തിയത്. 2.5 ഇഞ്ച് നീളമുള്ള കത്തി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തു. കഴുത്തിലും കൈയിലുമാണ് മറ്റാഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നത്.